ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇപ്പം രാത്രി 10 മണി കഴിഞ്ഞ് ആ സമയത്താണ് ഞാൻ നിങ്ങളെ കാണാൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊന്നും നമ്മളെ കാണാൻ സമയമില്ല. നിങ്ങൾ ഉറക്കാവുന്ന സമയത്താണ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഒന്നും ആരും കാണാത്തത് കേട്ടോ. മൊത്തത്തിൽ ഇപ്പം നമുക്ക് ഇത്തിരി സമയം എൻ്റെ സമയം ഇപ്പം ഇത്തിരി ഡൗണായി നിൽക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം തന്നെ സുഹൃത്തുക്കളെ. ഒരു കാര്യവും നടക്കുന്നില്ല. നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോയുടെ കാര്യമായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സമയം ശരിയല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. ചേച്ചിക്ക് ഇപ്പം ഇത്തിരി മോശ സമയമാണെന്ന് തോന്നുന്നു. അതാണ് ചേച്ചിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നാ കാര്യത്തിന് ഇറങ്ങിയിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ. 1-2 കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ തടസ്സം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ വീഡിയോയുടെ കാര്യം. വീഡിയോ അങ്ങോട്ടങ്ങ് പോകുന്നില്ല. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടാൽ ടപ്പേ എന്നങ്ങ് പോണതാടേ. അതും പോലും അങ്ങ് ഡൗണായി നിൽക്കുകയാണ്. വീഡിയോയുടെ കാര്യം അങ്ങനെയാണ്. ഒക്കെ ശരിയാവുമല്ലേ? എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസാ? എല്ലാവർക്കും ഒരു സമയം വരും. അതുപോലെ വരും എനിക്കും ഒരു സമയം. എന്ന് സന്തോഷം മാത്രം ആയ നമുക്ക് വിഷമം അവസ്ഥയും കൂടെ അറിയണ്ടേ? എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴത്തേക്കല്ലേ നമ്മൾ ദൈവത്തിനെ കൂടുതൽ അറിയുന്നത്, ദൈവത്തിനെ കൂടുതൽ വിളിക്കുന്നത്. എപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിയാൽ നമ്മൾ ദൈവത്തിനെ മറന്നു പോവില്ലേ? ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മളെ ജീവിതത്തിനൊരു സുഖം കിട്ടുള്ളൂ. കയ്പും മധുരവും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാകുമ്പോഴത്തേക്ക് ആ ജീവിതത്തിൻ്റെ സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങൾ, അന്നുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ചേച്ചി നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി അതുപോലെ തന്നെയാണ് നിങ്ങളോട് ചേച്ചിയുടെ കാര്യങ്ങൾ പറയുന്നത്. ജോലിക്കൊന്നും പോകുന്നില്ല കേട്ടോ, ലോങ് ലീവാണ്. ജോലിക്കൊന്നും പോകുന്നില്ല, ലോങ് ലീവാണ്. തലയാണ് ആയതുകൊണ്ട് ചേച്ചിക്കൊരു പേടി. എന്തായാലും ഇതുവരെ കുളിച്ചില്ല കേട്ടോ. നാളെ ആകുമ്പോൾ ഒരാഴ്ചയാവും. പുറം കഴുകി നടക്കുകയാണ് ചേച്ചി. ഇന്ന് കുളിക്കാമെന്ന് കരുതിയിട്ട് തൊട്ട് നോക്കിയപ്പോൾ തലയ്ക്കൊക്കെ ഒരു വേദന, പച്ചപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും നാളെ കുളിക്കണം. ഫൈനൽ കുളിച്ച് നോക്കാം. ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ. അപ്പം നാളെ കുളിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷം. എയറോപ്ലെയിൻ പോകുന്നേ, അതിൻ്റെ സൗണ്ട് വീഡിയോയിൽ കേൾക്കോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും ചേച്ചി പെണ്ണിൻ്റെ വീഡിയോ കാണണം കേട്ടോ. ഇപ്പം ചേച്ചി ഈ വീഡിയോ എടുത്തിട്ടാണ് നമുക്ക് രാത്രി കഞ്ഞിയും നൊത്തോലിക്കരുപാട് ചമ്മന്തി ചേച്ചി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി പുറമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. ചേച്ചിക്ക് കുറച്ച് ജോലിയുണ്ട്. ചേച്ചി തുണി നനച്ച് വാരിക്കൊണ്ടിട്ടേക്കണേ. വാഷിംഗ് മെഷീനിലായതുകൊണ്ട് പിന്നെ നനയ്ക്കുന്ന കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. കുറേ തുണി മടക്കാൻ കിടക്കുന്നുണ്ട്. കഞ്ഞി കുടിക്കണം, കഞ്ഞി കുടിച്ചിട്ട് തുണി മടക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അതിന് മുന്നെയാണ് നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ കഞ്ഞി എടുത്തിട്ട് കഞ്ഞിയും കൂടെ കാണിച്ച് തരാൻ പറ്റുകയാണെങ്കിൽ കാണിച്ച് തരാം. എല്ലാം കഴിഞ്ഞ് വരുമ്പം 12 മണിയാവുമെന്ന് തോന്നണം നമ്മളെ ഈ വീഡിയോ വരെ. കുഴപ്പമില്ല, കിടക്കട്ടെന്നേ. കാണുന്നവർ കാണട്ടെ. ഇപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ പോകുന്നു. അതും കൂടെ എടുത്തിട്ട് കാണിച്ച് തരാവേ. തുണികൾ കണ്ടോ മടക്കാൻ വാരിയിട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കണം. കഞ്ഞി കുടിച്ചിട്ട് തുണി മടക്കാം. എന്നാൽ ചേച്ചി കഞ്ഞി എടുത്തിട്ട് വരട്ടെ, വന്നിട്ട് കാണിച്ച് തരാം. കഞ്ഞി കണ്ടോ, കഞ്ഞിയും ചമ്മന്തിയും ചേച്ചി കഴിക്കാൻ പോകുന്നു. കണ്ടോ, നമ്മളെ രാത്രി അത്താഴം പയർ കഞ്ഞിയാണേ. ഇത് വെള്ളം കുടിക്കാൻ കണക്കിന് വെള്ളം കൂട്ടിയെടുത്തിട്ടുണ്ട്. നൊത്തോലിക്കരുപാട് ചമ്മന്തി, നൊത്തോലിയൊക്കെ അങ്ങ് മിക്സിയിലിട്ട് അടിച്ച് തൊട്ട് മൊത്തത്തിൽ അങ്ങ് പൊടിഞ്ഞു പോയി കേട്ടോ. എന്നാൽ ചേച്ചി കഞ്ഞി കുടിക്കട്ടെ.